ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ബാസിജ് സേനയാണ്. ഇറാന്റെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന ബാസിജ് ഒരു സന്നദ്ധ സേനയായി ആരംഭിച്ച സംഘടനയാണ്. ഇന്ന് രാഷ്ട്രീയ നിയന്ത്രണത്തിന്റെയും സാമൂഹിക സ്വാധീനത്തിന്റെയും സുരക്ഷാ സംവിധാനത്തിന്റെയും ഒക്കെ കേന്ദ്രശക്തിയാണ്. അക്കാരണം കൊണ്ട് തന്നെ ഇറാനിലെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നതിൽ ബാസിജ് എന്ന സേനയുടെ നിലപാട് നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ ബാസിജിനെ തകർക്കുക എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. സംഘർഷത്തിന്റെ 13ാം ദിവസമായ വ്യാഴാഴ്ചയും ഇസ്രായേലും യുഎസും ഇറാനിലുടനീളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള തുടർച്ചയായ ആക്രമണങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതും തുടർന്നു. വ്യാഴാഴ്ച മുഴുവൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാനിയൻ മിസൈലുകളുടെ കുറഞ്ഞത് 6 സാൽവോകൾ പറന്നു. ഇത് തെക്ക് എയ്ലാറ്റിൽ നിന്ന് വടക്ക് കിരിയത്ത് ഷിമോണയിലേക്ക് ദശലക്ഷക്കണക്കിന് ഇസ്രായേലികളെ അഭയകേന്ദ്രങ്ങളിലേക്ക് അയച്ചു. പ്രാഥമിക സൈനിക വിലയിരുത്തലുകൾ പ്രകാരം ചെറിയൊരു എണ്ണം മിസൈലുകൾ വിക്ഷേപിക്കുകയും അവയെ തടയുകയും ചെയ്തു. ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനിൽ ഉടനീളമുള്ള പ്രധാന ലക്ഷ്യങ്ങളിൽ ആക്രമണം തുടരുകയാണെന്നാണ് IDF പറയുന്നത്. അതേസമയം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 6000 ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി US സൈന്യം പറയുന്നു. US സേന ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ 90-ലധികം ഇറാനിയൻ കപ്പലുകളുണ്ട്. ഏകദേശം 60 കപ്പലുകളും 30 മൈൻ ലെയറുകളും മേഖലയിലെ അമേരിക്കൻ സേനയുടെ ഉത്തരവാദിത്തമുള്ള US സെൻട്രൽ കമാൻഡ് പറയുന്നു. ഇറാന്റെ ബാസിജ് എന്ന് പറഞ്ഞാൽ ഇത് അർദ്ധ സൈനിക വിഭാഗത്തിലെ അംഗങ്ങളെയും അവരുടെ ഡ്രോൺ പ്രവർത്തനങ്ങളെയും ശേഷികളെയും ഇസ്രായേൽ ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. IDF പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ തലസ്ഥാനത്തെ നിരവധി പ്രദേശങ്ങളിൽ ബാസിജ് സൈന്യം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു. ഇറാനിലെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനം വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ബാസിജ് എന്ന സായുധ സേന വീണ്ടും ചർച്ചാ കേന്ദ്രമാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ട ആക്രമണങ്ങളുടെയും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുടെയും പിന്നാലെ രാജ്യത്തിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ മാറ്റം നേരിടുമ്പോൾ ഭരണകൂടത്തിന്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന ഈ അർദ്ധ സൈനിക സംഘടനയുടെ പങ്ക് കൂടുതൽ പ്രസക്തമാവുകയാണ്. ആഭ്യന്തര സുരക്ഷ മുതൽ ആശയപരമായ നിയന്ത്രണം വരെ വ്യാപിച്ചിരിക്കുന്ന ബാസിജ് പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തലിൽ ഇറാന്റെ കണ്ണുകളും കാതുകളും എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ബാസിജ് മിലിഷ്യയുടെ തുടക്കം 1980-ലാണ്. ഇസ്ലാമിക് വിപ്ലവത്തിന് പിന്നാലെ രാജ്യം ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികളെ നേരിടുന്ന ഘട്ടത്തിൽ വിപ്ലവത്തിന്റെ സ്ഥാപകനായ അയത്തുള്ള റൂഹുള്ള ഖൊമേനി അടിച്ചമർത്തപ്പെട്ടവരുടെ സന്നദ്ധ സേന രൂപീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. രാജ്യത്തെ സംരക്ഷിക്കാനും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയങ്ങൾ നിലനിർത്താനും ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് സാധാരണ പൗരന്മാരെ സന്നദ്ധ സേനയെ സംഘടിതമാക്കുകയായിരുന്നു ഈ നീക്കം. തുടക്കത്തിൽ സ്വമേധയാ ചേർന്ന യുവാക്കളും വിദ്യാർത്ഥികളും മതാനുയായികളും ഉൾപ്പെട്ട ഈ സേന പിന്നീട് സ്ഥാപനവൽക്കരിക്കപ്പെട്ട സുരക്ഷാ ഘടകമായി വളർന്നു. കാലക്രമേണ ബാസിജ് ഇറാന്റെ ശക്തമായ സൈനിക സംഘടന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള നിർണായക വിഭാഗമായി. സാധാരണ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സമാന്തര സുരക്ഷാ സംവിധാനമായ IRGCക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതിനാൽ ബാസിജ് സേനയ്ക്ക് ഭരണകൂടവുമായി നേരിട്ടുള്ള ബന്ധവും ആശയപരമായ വിശ്വസ്തതയുമുണ്ട്. രാജ്യത്തെ 31 പ്രവിശ്യകളിൽ ഉടനീളം വ്യാപിപ്പിച്ചിരിക്കുന്ന യൂണിറ്റുകൾ വഴി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ സേന സാന്നിധ്യം ഉറപ്പിച്ചു. സ്കൂളുകൾ, സർവകലാശാലകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പള്ളികൾ എന്നിവിടങ്ങളിൽ വരെ ബാസിജ് ശൃംഖല വ്യാപിച്ചിരുന്നു. ആഭ്യന്തര സുരക്ഷയാണ് ബാസിജിന്റെ പ്രധാന ചുമതലകളിൽ ഒന്ന്. നിയമം നടപ്പാക്കുന്നതിൽ സഹായിക്കുക, സാമൂഹിക നിയന്ത്രണം ഉറപ്പാക്കുക, മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കുക, സദാചാര പോലീസിംഗിൽ പങ്കാളികളാകുക തുടങ്ങിയ പ്രവർത്തനങ്ങളോടെ ഭരണകൂടത്തിന്റെ ആശയപരമായ നിയന്ത്രണം നിലനിർത്തുന്നതിൽ അവർ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2009-ലെ പ്രസിഡന്റ്ഷിപ്പ് തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ വ്യാപക പ്രതിഷേധങ്ങൾക്ക് ശേഷം ആഭ്യന്തര ഭീഷണികളെ നേരിടാൻ ബാസിജിനെ വ്യാപകമായി വിന്യസിച്ചതോടെ സംഘടനയുടെ ശക്തിയും സ്വാധീനവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.